ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വനിതാ സമത്വ ദിനം ആചരിക്കുമ്പോൾ സമൂഹത്തിൽ സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടി ധാരാളം സമരങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ ഫലമാണ് ഇന്നത്തെ സ്ത്രീ സമത്വം. എല്ലാ വർഷവും ആഗസ്റ്റ് 26-നാണ് വനിതാ സമത്വ ദിനം ആചരിക്കുന്നത്. സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്നത് ഭരണഘടനാപരമായി നിരോധിച്ചുകൊണ്ട് 1920 ഓഗസ്റ്റ് 26-ന് അമേരിക്കൻ ഭരണഘടനയുടെ 19-ാം ഭേദഗതി ഔദ്യോഗികമായി അംഗീകരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. സ്ത്രീ സമത്വത്തിനു വേണ്ടി ലോകമെമ്പാടും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം അനുവദിച്ച രാജ്യം ന്യൂസിലൻഡാണ്. 1930 ബ്രിട്ടനിലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ എല്ലാവർക്കും വോട്ടവകാശവും അനുവദിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് തുല്യതയ്ക്ക് വേണ്ടി പോരാടിയിരുന്നു. സതി എന്ന ക്രൂരമായ ദുരാചാരത്തിനെതിരെ രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി 1929 സതി നിരോധിക്കുകയുണ്ടായി. 1856 ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ നേതൃത്വത്തിൽ വിധവകളുടെ പുനർവിവാഹത്തിനുള്ള നിയമപരമായ അനുമതി നേടിയെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അനേകം ധീര വനിതകളാണ് പങ്കാളികളായത്. ഝാൻസി റാണി ലക്ഷ്മിഭായി, അരുണ അസഫ് അലി, സുചേത കൃപലാനി, സരോജിനി നായിഡു തുടങ്ങി അനേകം പേർ തങ്ങളുടെ ധീരമായ പോരാട്ടം കാഴ്ചവെച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലത്തും പല മേഖലകളിൽ സ്ത്രീകൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ മരം മുറിക്കുന്നതിനെതിരെ സ്ത്രീകൾ മരങ്ങൾ കെട്ടിപ്പിടിച്ച് സംരക്ഷിച്ചത് പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ വലിയ പോരാട്ടമാണ്. ആന്ധ്രാപ്രദേശിൽ ഗ്രാമീണ സ്ത്രീകൾ സംഘടിച്ച് ചാരായ വിപണനത്തിനെതിരെ നടത്തിയ സമരങ്ങളാണ് അവിടെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നയിച്ചത്. മണിപ്പൂരിൽ സായുധ സേന പ്രത്യേക അധികാരത്തിനെതിരെ 16 വർഷം നീണ്ട ഏറ്റവും വലിയ നിരാഹാര സമരം നടത്തി ചരിത്രത്തിൽ ഇടം കുറിച്ച ഇറോം ശർമിള, മേധാ പട്കരുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നിവരുടെയെല്ലാം മികച്ച പോരാട്ടം സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ചില പോരാട്ടങ്ങളാണ് സമൂഹത്തെ മാറി ചിന്തിക്കുന്നതിന് പ്രേരണ നൽകുന്നത്. കവയത്രി ശ്രീമതി രജനി മാധവിക്കുട്ടി. സ്ത്രീ സമത്വം എന്ന പദത്തിന് ഈ പ്രപഞ്ചത്തോളം പഴക്കമുണ്ട്. ഒരു സമൂഹത്തിന്റെ പുരോഗതിക്കും നീതിക്കും മാനവികതയ്ക്കും അടിസ്ഥാനപരമായി പാലിക്കേണ്ട കാര്യം ഇത്രയധികം ചർച്ച ചെയ്യുമ്പോഴും അതിൻ്റെ ലക്ഷ്യപ്രാപ്തി എന്തുകൊണ്ട് പൂർണ്ണമായും കൈവരിക്കുവാൻ കഴിയുന്നില്ല എന്നത് ചിന്തനീയമാണ്. സ്ത്രീകളുടെ കരുത്തിനെയും നേട്ടങ്ങളെയും സമൂഹത്തിന് അവർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെയും ആദരിച്ചുകൊണ്ട് എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കാറുണ്ട്. അമ്മമാരുടെ സ്നേഹവും ത്യാഗവും ഓർമ്മിക്കുവാൻ മാതൃദിനം ആചരിക്കാറുമുണ്ട്. പക്ഷേ സമത്വം എന്ന പദത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീയുടെ നില പലപ്പോഴും വളരെ താഴ്ന്നു നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. പുരുഷന് കയറിച്ചെല്ലാവുന്ന എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകളും കഴിവ് തെളിയിക്കുന്നുണ്ടെങ്കിലും അത് വളരെ കുറച്ചുപേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമല്ല, പല വിവേചനങ്ങളും നേരിടുന്നു എന്നതാണ് വസ്തുത. ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ സ്ത്രീയും പുരുഷനും ഈ സമൂഹത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. വിദ്യാഭ്യാസം കൊണ്ടും കഴിവുകൊണ്ടും സ്ത്രീകൾക്ക് എത്തിപ്പിടിക്കാനാകാത്ത യാതൊരു തലങ്ങളും അവശേഷിക്കുന്നില്ല എങ്കിലും മാനസിക ശാരീരിക വ്യാപാരങ്ങളിൽ സ്ത്രീയും പുരുഷനും വ്യത്യസ്തത പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും എന്ന അനുപാതത്തിലാണ് സാമൂഹിക വ്യവസ്ഥിതിയുടെ അടിത്തറ തന്നെ നിലനിൽക്കുന്നത്. പ്രകൃതിയുടെ വിഭിന്നമായ സ്ത്രീ പുരുഷ സൃഷ്ടികളെ, ശാരീരികവും മാനസികവുമായ വ്യത്യസ്ത തലങ്ങളെ ഒരു ഏകതയിലും നമുക്ക് ഒരുമിപ്പിക്കുവാനാകില്ല. സ്ത്രീയുടെ ശാരീരിക മാനസിക തലങ്ങളും പ്രത്യേകതകളും ഒരിക്കലും പുരുഷന് സ്വന്തമാക്കാനും കഴിയില്ല. പക്ഷേ സാമൂഹിക പശ്ചാത്തലങ്ങളെ യുക്തമായ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിന് സ്ത്രീ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. വിദ്യാഭ്യാസത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളെ ഈ അവസരത്തിൽ ഓർമ്മിക്കാതെ പോകുവാൻ കഴിയില്ല. ആധുനികതയിലേക്ക് കാലം കുതിക്കുമ്പോഴും അവസാനമില്ലാത്ത അപര്യാപ്തതകൾ നമ്മെ വേട്ടയാടുകയാണ്.
വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കൈവരിക്കുമ്പോഴും ചിന്തകളിൽ എത്രമാത്രം സ്വയം പര്യാപ്തത നേടുന്നു എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നവോത്ഥാനം മനസ്സിൽ നിന്ന് മണ്ണിലേക്ക് കടന്നുവരണം. പെണ്ണ് എന്ന പദത്തിന് പ്രപഞ്ചം എന്നർത്ഥം കുറിച്ചുകൊണ്ട് പരസ്പര ബഹുമാനത്തിലൂന്നിയ സമത്വത്തിൻ്റെ പാതകൾ സ്വന്തം വീടിനുള്ളിൽ നിന്നു തന്നെ വെട്ടിത്തെളിക്കേണ്ടിയിരിക്കുന്നു. വീടകങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന കാഴ്ചപ്പാടുകൾക്ക് സമൂഹം നൽകുന്ന പിന്തുണയിലൂടെ മാത്രമേ പരസ്പര ബഹുമാനത്തിലൂന്നിയ സ്ത്രീ സമത്വം എന്ന യാഥാർത്ഥ്യത്തിന് അടിവരയിടാൻ നമുക്ക് കഴിയൂ. പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് ഈ ആശയം കുട്ടികളിലേക്ക് പകർന്നു നൽകുവാൻ കഴിഞ്ഞാൽ, നാളെയുടെ കരുത്തുറ്റ സമൂഹത്തെ മൂല്യത്തിലൂടെ വളർത്താൻ കഴിഞ്ഞാൽ, സ്ത്രീകളോടുള്ള വിവേചനങ്ങളെക്കുറിച്ചും അസമത്വങ്ങളെക്കുറിച്ചും നാളത്തെ തലമുറ ബോധവാന്മാരായാൽ, എന്തിലും നന്മ കാണാൻ കഴിയുന്ന ഒരു സമൂഹത്തെ നാം വാർത്തെടുത്താൽ സ്ത്രീ സമത്വം എന്ന പദം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാൻ സുപ്രീം കോടതി കർശന മാർഗരേഖകൾ പുറപ്പെടുവിച്ചതും സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ ഫലമാണ്. അടുത്തിടെ രാജ്യവ്യാപകമായി സ്ത്രീകൾ തെരുവിലിറങ്ങിയ നിർഭയ കേസ് സമീപകാലത്തെ വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ്. ഇതിനെ തുടർന്ന് ബലാത്സംഗ വിരുദ്ധ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയുന്നതിനായി ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമം, തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമ നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം, ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയ നിരോധന നിയമം തുടങ്ങിയവയെല്ലാം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിതയിൽ കടുത്ത ശിക്ഷകളാണ് വ്യവസ്ഥ ചെയ്യുന്നത്. സ്ത്രീ പ്രാതിനിധ്യം നിലവിലുള്ളപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ഇന്നും ചില വിവേചനങ്ങളും പീഡനങ്ങളും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് കീഴൂർ എം അനിൽകുമാർ. പണ്ടുകാലത്ത് സ്ത്രീകളെ ലിംഗസമത്വം നിലവിലില്ലായിരുന്ന കാലത്ത് വളരെയധികം യാതനകളും അനുഭവിച്ച ഒരു വിഭാഗമാണ് സ്ത്രീകൾ. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്തും നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ 14, 15, 16, 23 എന്നീ അനുച്ഛേദങ്ങൾ വളരെ വിലപ്പെട്ടതും വളരെ പ്രാധാന്യമുള്ളതാണ്. സ്ത്രീകളുടെ ഇടയിലുണ്ടാകുന്ന അസമത്വങ്ങളും അതിക്രമങ്ങളും അനാചാരങ്ങളും ഇന്നും തുടരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. പല നിയമങ്ങളും ഇതിനു വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പലതും നിയമ അവബോധമില്ലാതെ പലർക്കും അറിയാതെ പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. പലതരത്തിലുള്ള നിയമങ്ങൾ നമുക്കറിയാം. ആദിമ കാലഘട്ടത്തിൽ 1929 കാലഘട്ടത്തിലൊക്കെ അതിന് മുമ്പായിട്ട് സതി എന്ന് പറഞ്ഞ ഒരു ദുരാചാരം ബംഗാൾ ഭാഗങ്ങളിൽ നിലനിന്നിരുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിലയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. ആ സമയത്ത് രാജാറാം മോഹൻ റായുടെ നേതൃത്വത്തിൽ ആ ഒരു നിയമം ബംഗാൾ സതി റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഉണ്ടാക്കി അതിനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അസമത്തെ ആദിമകാലത്ത് തന്നെയാണ് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടുതലും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ പല നിയമങ്ങളും സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി, അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലായിരുന്നാലും സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നാലും കൺകറന്റ് ലിസ്റ്റിലുള്ള നിയമങ്ങൾ, DV ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഗാർഹിക പീഡന നിയമം 2005, സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രോഹിബിഷൻ റിഡ്രസൽ ആക്ട് 2013, അതുകൂടാതെ തന്നെ വിവിധതരം നിയമങ്ങൾ, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 രൂപീകൃതമായത്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1971, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ വേതനത്തിന് അവകാശമുണ്ടെന്നുള്ള ആ ഒരു ആക്ട്. ഇത്തരം ആക്ടുകൾ, നിയമങ്ങൾ സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ അവരുടെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല അതിക്രമങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ ഇപ്പം നിലവിലുണ്ട്. പല കാലഘട്ടങ്ങളിലും പല രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില നിയമങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായി, അതായത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് അത് ക്ലിയർ അല്ലാതിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് സ്ത്രീകളുടെ അസമത്വം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ, ഈ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം അനിവാര്യമാണ്. അനേകം സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീകളെ ഒന്നിപ്പിക്കുകയും സ്വയം തൊഴിൽ കണ്ടെത്താനും ഈ പ്രസ്ഥാനം സഹായിക്കുന്നു. കൂടാതെ ബാങ്ക് ഇടപാടുകൾ നടത്താനും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറ്റും രാഷ്ട്രീയ ഭരണതലങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നുവരാനും ഇത്തരം പ്രസ്ഥാനങ്ങൾ ആത്മവിശ്വാസം നൽകി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി ഏറെ സഹായകമാണ്.
ഇന്ന് ബഹിരാകാശ ദൗത്യം മുതൽ എല്ലാ തലങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെടെ പങ്കാളികളാണ്. സമൂഹത്തിന്റെ ശക്തിയിലും രാഷ്ട്ര നിർമ്മിതിയിലും സ്ത്രീകളുടെ കൂടി സഹായം ആവശ്യമാണ്. അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സിന്ധു BK. ഓഗസ്റ്റ് 26 ചരിത്രത്തിൽ തുല്യതയ്ക്കായുള്ള പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് വനിതാ സമത്വ ദിനം. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുക, ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു സമൂഹത്തിൻ്റെ പുരോഗതി അളക്കേണ്ടത് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഈ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയേറെയാണ്. ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രം പൂർണ്ണമായും ജനാധിപത്യപരമായി തീരുന്നത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വോട്ടവകാശത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളിൽ തുടങ്ങി വിദ്യാഭ്യാസവും തൊഴിലും ഉന്നത അധികാര സ്ഥാനങ്ങളും നേടിയെടുക്കുന്നതുവരെയുള്ള സ്ത്രീകളുടെ യാത്ര അഭിമാനാർഹമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ആര്യ പള്ളം, അക്കാമ ചെറിയാൻ, അന്ന ചാണ്ടി തുടങ്ങിയ ധീരവനിതകൾ കൊളുത്തിയ മാറ്റത്തിൻ്റെ തീപ്പന്തം നമ്മുടെ വഴികാട്ടിയാണ്. ഇന്ന് സ്ത്രീകൾ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, രാഷ്ട്രീയം, ബഹിരാകാശ ഗവേഷണം തുടങ്ങി കൈവയ്ക്കാത്ത മേഖലകളില്ല. എന്നിരുന്നാലും നീണ്ട കാലമായി നിലനിന്ന പാട്രിയാർക്കൽ വ്യവസ്ഥിതിയും സാമൂഹിക അസമത്വങ്ങളും കാരണം തുല്യവേതനം നിഷേധിക്കപ്പെടുക, വീട്ടുജോലികളുടെ ഭാരം മുഴുവൻ സ്ത്രീകളുടെ തലയിലാക്കുക തുടങ്ങിയ ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചരിത്രത്തിലുടനീളം സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് സ്ത്രീകൾ എത്തിയെങ്കിലും അധികാര കേന്ദ്രങ്ങളിലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളിലും ഇപ്പോഴും അദൃശ്യമായ ചില ചില്ലുകൊട്ടാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പുതിയ വെല്ലുവിളികളാണ് അവരെ തേടിയെത്തുന്നത്. സൈബർ ഇടങ്ങളിലെ കടന്നുകയറ്റങ്ങളും അപവാദ പ്രചാരണങ്ങളും മുതൽ തൊഴിലിടങ്ങളിലെ വിവേചനങ്ങളും സുരക്ഷിതത്വമില്ലായ്മകളും ഇന്നും വലിയ പ്രശ്നങ്ങളാണ്. കുടുംബത്തിലും സമൂഹത്തിലും ഇരട്ട ചുമതലകൾ പേറേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ ചൂഷണങ്ങളും പൊതുസ്ഥലങ്ങളിലെ സുരക്ഷിതത്വമില്ലായ്മയും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിയമപരമായ കർശന നടപടികൾക്കൊപ്പം സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയിലും മാറ്റം വരേണ്ടതുണ്ട്. പെൺകുട്ടികളെ സ്വയം പ്രതിരോധശേഷിയുള്ളവരായി വളർത്തുക, സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുക, ഏറ്റവും ഉപരിയായി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തുല്യതയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിച്ച് വളർത്തുക എന്നിവയാണ് പ്രധാന പരിഹാരങ്ങൾ. സ്ത്രീ എന്നത് ഒരു ദൗർബല്യമല്ല, മറിച്ച് ഈ സമൂഹത്തിൻ്റെ ജീവനാഡിയാണ്. പരസ്പര ബഹുമാനവും തുല്യതയും നിറഞ്ഞ ഒരു നാളേക്കായി വാക്കുകളിലല്ല, മറിച്ച് പ്രവൃത്തിയിലാണ് ഇനി നാം തുല്യത കാണിക്കേണ്ടത്. സ്ത്രീ സമത്വം എന്നത് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. യുവജനത ഇന്ന് ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു. സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും കുടുംബത്തിൽ നിന്ന് തന്നെ ശീലിക്കേണ്ടതാണ്. സ്കൂൾ തലത്തിൽ തന്നെ ബോധവൽക്കരണം നൽകേണ്ടതുമാണ്. അത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിർമ്മിതിക്ക് ഏറെ അനിവാര്യവുമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.